ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TDFിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാരുതി സുസുക്കി ബലേനോയുടെ ബേസ് മോഡലായിട്ടുള്ള സിഗ്മ എന്നുള്ള വേരിയൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. സിഗ്മ നമുക്കറിയാം ബേസ് മോഡലാണ്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നുള്ള 4 കോമൺ ബേസിക് വേരിയൻസിലാണ് ബലേനോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പെക്കുകൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബലേനോയിൽ കൊടുത്തിട്ടുള്ളത്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7.9 lakh ആണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിംഗ് എക്സ്റ്റൻഡ് വാറണ്ടി അടക്കമുള്ള റേറ്റാണ് ഈ 7.9 lakh എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് ബലേനോയിൽ അവൈലബിൾ ആയിട്ടുള്ള 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു വാറണ്ടി പാക്കേജ് ആണ്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 5 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ എക്സ്റ്റൻഷൻ അടക്കമുള്ള റേറ്റാണ് ഇപ്പോൾ ഈ 7.9 lakh എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 7.9 lakhനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഒരു വേരിയൻറ്റിനകത്ത് അല്ലെങ്കിൽ സിഗ്മ ടു ആൽഫ വരെ എടുത്ത് വെക്കുകയാണെങ്കിൽ മാരുതി ഏകദേശം 13ഓളം വരുന്ന കോമൺ ഫീച്ചേഴ്സ് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, LED ടെയിൽ ലാമ്പ്, ബാക്ക് ഡോർ സ്പോയിലർ വരുന്നുണ്ട്, ഓൾ ഡോർ പവർ വിൻഡോസ് അവൈലബിൾ ആണ്. പിന്നെ ഡ്രൈവർ സൈഡിലുള്ള പവർ വിൻഡോ കൺട്രോൾ, ഓട്ടോ അപ്പ് ഡൗൺ വിത്ത് ആൻറ്റി പിഞ്ച് ഗാർഡ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, റിയർ ഡീഫോഗർ വരുന്നുണ്ട്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ അവൈലബിൾ ആണ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഫോർ ഓൾ ഓക്യുപ്പൻസ്, ESP വിത്ത് ഹിൽ ഹോൾഡ്, 3-point സീറ്റ് ബെൽറ്റ് പ്രൊവിഷൻ, പിന്നെ ഐസ് ഓഫീസ് സീറ്റ് മൗണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ. ഇങ്ങനെ 13ഓളം വരുന്ന ഫീച്ചേഴ്സ് സിഗ്മ ടു ആൽഫ വരെ, അതായത് ടോപ്പ് ടു ബേസ് വരെ നമുക്ക് ബലേനോയിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചേഴ്സ് അക്രോസ് ഓൾ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇതൊരു ബേസ് മോഡലാണ്. ബേസ് മോഡലാകുന്ന സമയത്ത് പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിലുള്ള മേജർ ഒമിഷൻസ് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ അവൈലബിൾ അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ CNG ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ അല്ല. CNG നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് മുതൽക്കാണ്. ഡെൽറ്റയിലും സീറ്റയിലും മാത്രമേ നിലവിൽ ഇപ്പോൾ ബലേനോയിൽ CNG ഓപ്ഷനും അവൈലബിൾ ആയിട്ടുള്ളൂ. സോ സിഗ്മയിൽ നമുക്ക് ഡെൽറ്റ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒന്നും അവൈലബിൾ അല്ല. ബലേനോയുടെ സിഗ്മ എന്നുള്ള ഈ ഒരു ബേസ് വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 6 മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ആണ്. റെഡ്, ഗ്രേ, സിൽവർ, വൈറ്റ്, ലെക്സ് ബീച്ച്, നെക്സാ ബ്ലൂ എന്നുള്ള 6ഓളം വരുന്ന മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ഇത് നമുക്ക് അവൈലബിൾ ആണ്. വേറെ നമുക്ക് ഈ സീറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസ് ബലേനോ എന്നുള്ള മോഡലിലേ ഇല്ല. സോ അതുകൊണ്ട് അത് പഠിക്കണ്ട. അപ്പോൾ 6 മോണോട്ടോൺ കളർ ഓപ്ഷൻസ് മാത്രമേ നമുക്ക് സിഗ്മ എന്നുള്ള വേരിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒരു ഹാലജൻ യൂണിറ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ സെറ്റപ്പിലാണ് വരുന്നത്. വേറെ ഓട്ടോമാറ്റിക് ഫംഗ്ഷനൊന്നും വരുന്നില്ല. നോർമലായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് ഫോഗ് ലാമ്പോ അങ്ങനെ ക്രോം സ്ട്രിപ്പുകളോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേൺ പോലും നമുക്ക് ക്രോം സ്ട്രിപ്പ് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പോർഷനാണ് കിട്ടുന്നത്. പക്ഷേ പ്രൊജക്ടർ സെറ്റപ്പുള്ള ഒരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വീൽ കവേഴ്സ് അവൈലബിൾ അല്ല. അത് അഡീഷണൽ ആക്സസറീസ് ആയിട്ട് വാങ്ങേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഡെൽറ്റ വേരിയൻറ്റിലൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇവിടെ ആയിരുന്നെങ്കിൽ സിഗ്മ എടുത്തു നോക്കണം, നമുക്ക് ഈ ഒരു സൈഡിൽ മൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി അതിൻ്റെ പില്ലർ ബി പില്ലർ ഒന്നും ബ്ലാക്ക് ടൈപ്പോ അല്ല, ഒക്കെ ഒരു ബോഡി കളർഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈവൻ നമ്മുടെ ഒരു ഹാൻഡിൽ പോലും നമുക്കൊരു ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്ട്രിപ്പ് എല്ലാം തന്നെ ബ്ലാക്ക് കളറാണ് വരുന്നത്. ഈ ഒരു ORVMൻ്റെ യൂണിറ്റ് പോലും ബ്ലാക്ക് കളറാണ്. ORVMസിൻ്റെ കൺട്രോൾസൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഈ കൈ കൊണ്ട് തൊട്ടിട്ട് വേണം ചെയ്യാൻ. അകത്ത് വേറെ നോബോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 155/65 വരുന്ന 15 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ ഈ സെയിം പ്രൊഫൈലുള്ള ടയേഴ്സിനെയാണ് നമുക്ക് ഡെൽറ്റ വേരിയൻറ്റിൽ കിട്ടുന്നത്. സീറ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 16 ഇഞ്ച് ടയേഴ്സൊക്കെ കിട്ടാം. പക്ഷേ സിഗ്മയിൽ വരുന്ന സമയത്ത് അത് 15 ഇഞ്ചായിട്ട് കുറയുന്നുണ്ട്. ഇതിൻ്റെ സെയിം പ്രൊഫൈലിനെയാണ് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ സൈസും വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈൽ യൂണിറ്റിക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി LED യൂണിറ്റ് ആയിട്ടുള്ള ഒരു ടൈൽ യൂണിറ്റാണ്. കംപ്ലീറ്റ് അല്ല, ഇവിടെ ഒരു ഹാലജൻ യൂണിറ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി LED യൂണിറ്റാണ്. ഇത് റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റാണ്. ഇത് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോർഷനാണ്. പിന്നെ നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചറാണ് ഈ റിയർ ഡീഫോഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്പോയിലറും വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്കൊരു ആൻറ്റിനയും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പ്ലെയിൻ ആണ്. ഇവിടെ നമുക്ക് ക്രോം സ്ട്രിപ്പുകളോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ തന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ടോപ്പ് മോഡലായിട്ടുള്ള പിന്നെ സീറ്റയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡെൽറ്റയിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ക്രോം സ്ട്രിപ്പൊന്നും വരുന്നില്ല. പിന്നെ ബലേനോ എന്നുള്ളൊരു ബാഡ്ജിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 318 ലിറ്ററിൻ്റെ ബൂട്ടാണ് വരുന്നത്. ഇവിടെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ബൂട്ടാണ്. ഇവിടെ പാർസൽ ട്രേ ഒന്നും വരുന്നില്ല. അതെല്ലാം തന്നെ അഡീഷണൽ ആക്സസറീസ് ആയിട്ട് വാങ്ങിക്കേണ്ട കാര്യമാണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ളൊരു ബൂട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും അതൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ബലേനോയുടെ സിഗ്മ വേരിയൻറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമുക്ക് ഈ സിഗ്മ വേരിയൻറ്റ് കയറുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് AC കിട്ടുന്നുണ്ട്. ഈവൻ ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്ക് ഓട്ടോ AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു MID എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള നമ്മൾ ഡെൽറ്റവെല്ലിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു MID തന്നെ അതിനകത്തും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൺട്രോൾസ് എല്ലാം തന്നെ സിമിലറാണ്. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു നോബലൈക്ക് കൺട്രോൾസ് തന്നെ അതിനകത്തും വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിന് ഓഡിയോ കൺട്രോൾസോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കിട്ടുന്നുണ്ട്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബലേനോയിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലൂ തീമൊക്കെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ആയിട്ടുള്ള ഒരു ഫീലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ സ്യൂലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അത് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്നൊരു ഫീച്ചറാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ക്ലോത്ത് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പല ഫീച്ചേഴ്സ്, ചില ഫീച്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതൊക്കെ നമുക്ക് ബേസ് വേരിയൻറ്റിൽ കിട്ടുമെന്നൊക്കെ തോന്നും. അതുപോലെയാണ് ബലേനോയിൽ കൊടുത്തിട്ടുള്ളത്. ഈവൻ ബേസ് വേരിയൻറ്റിൽ പോലും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ബലേനോയിൽ. ഇതിനകത്ത് നമുക്കുള്ളൊരു ഫീച്ചർ എന്ന് വെച്ചാൽ പവർ വിൻഡോ കൺട്രോൾസ് എല്ലാം തന്നെ ആൻറ്റി പിഞ്ച് ഗാർഡ് വരുന്നുണ്ട്. ഓട്ടോ അപ്പ് ഡൗൺ ഫീച്ചർ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഒരു ബേസ് വേരിയൻറ്റിൽ കാണാത്ത തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെയാണ് മാരുതി അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ORMസിൻ്റെ കൺട്രോൾസൊക്കെ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം. അതായത് ഇവിടെ വേറെ നോബോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മ്യൂസിക് സിസ്റ്റം ഒന്നും വരാത്തതുകൊണ്ട് ഇവിടെ സ്പീക്കറിൻ്റെ ഗ്രില്ല് മാത്രമേ ഉള്ളൂ. സ്പീക്കറൊന്നുമില്ല, ഇതൊക്കെ ഡമ്മി പീസാണ്. പിന്നെ നമുക്കിവിടെ ഒരു പെഡൽസിൻ്റെ അപ്പുറത്തൊരു ഡെഡ് പെഡൽ കാണാൻ പറ്റും. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് കാലോട്ട് റെസ്റ്റ് ചെയ്തൊന്ന് വണ്ടിയൊക്കെ ഓടിക്കാം. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണും പിന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് ബേസ് വേരിയൻറ്റിൽ വരെ വരുന്ന ഒരു ഫീച്ചറാണ്. ഗിയർ നോബിക്ക് വരികയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഗിയർ നോബാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഇലുമിനേഷൻസോ ഡെക്കറേഷൻസോ ഒന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗിയർ നോബാണ് വരുന്നത്. പിന്നെ നമുക്കറിയാം സിഗ്മ വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ അവൈലബിൾ അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മൊബൈലിലേക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്ലെയിൻ ആണ്. ഈ ഒരു ഭാഗം അടച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതൊക്കെ പ്ലെയിൻ ആണ്. ഇവിടെ നമുക്ക് വേറെ ക്രോം സ്ട്രിപ്പ് ഒന്നുമില്ല. ബേസിക് വേരിയൻ്റ് ആണല്ലോ, അപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ നമുക്ക് ചെറിയൊരു ടിക്കറ്റൊക്കെ വയ്ക്കാനുള്ള ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള സീറ്റാണ്. അത്യാവശ്യം നല്ല കുഷനിയൊക്കെ തരുന്ന സീറ്റൊക്കെ തന്നെയാണ് വരുത്തിട്ടുള്ളത്. അതിലൊന്നും വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗ്ലോ ബോക്സ് ആയിട്ട്. സോ അതാണ് അവിടുത്തെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ IRVMs ആണെങ്കിൽ പോലും മാനുവൽ ആയിട്ടുള്ള കൺട്രോൾസ് വരുന്ന IRVM ആണ്. ഇത് സീറ്റ് വരെ ഈ ഒരു സാധനമാണ്, അതുകൊണ്ട് ഇത് പേടിക്കേണ്ട. അപ്പോൾ പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ഇവിടെയും പ്ലെയിൻ ആണ്. വേറെ മിറേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഒരു ബേസ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പല ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഓട്ടോ AC, അതുപോലെ തന്നെ ഈ പവർ വിൻഡോ കൺട്രോൾസും അങ്ങനത്തെ കുറച്ച് നമുക്ക് ഒരു ബേസ് വേരിയൻറ്റിൽ കാണാത്ത കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് പുറകിലേക്ക് ഒന്ന് പോയി നോക്കാം, പുറകിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വേരിയൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. പുറകിലിരിക്കുന്ന സമയത്ത് സീറ്റ മോഡലിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മൊബൈൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. അത് റീസെൻ്റ് ആയിട്ട് ബലേനോയിൽ വന്നിട്ടൊരു അപ്ഡേറ്റ് ആണ്. 3 പാസഞ്ചേഴ്സിനുള്ള ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോർ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ തന്നെ ഒരു ക്ലോത്ത് ഫിനിഷൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൾ ഡോർ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡായിട്ട് ഗ്രാബ് ബാൻഡ് വരുന്നുണ്ട്. ഈ വാഹനത്തിനകത്ത് ഒരേ ഒരു റൂഫ് ലാമ്പ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു സെൻട്രൽ ആയിട്ടുള്ള അത് മാത്രമേ നമുക്ക് ലാമ്പായിട്ട് വരുന്നുള്ളൂ. സേഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 എയർ ബാഗ്സ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതിപ്പോൾ ഡെൽറ്റയിലാണെങ്കിലും അത്രേ വരുന്നുള്ളൂ. സീറ്റയിലൊക്കെയാണ് നമുക്ക് കർട്ടൻ എയർ ബാഗ്സും സൈഡ് എയർ ബാഗ്സ് ഒക്കെ വരുന്ന 6 എയർ ബാഗ്സ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 2 എയർ ബാഗ്സ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് ആഡ് ചെയ്ത സമയം വെച്ചാൽ ESP വരുന്നുണ്ട്, ഹിൽ ഹോൾഡും വരുന്നുണ്ട്. അത് എല്ലാ വേരിയൻസിലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ഐസോഫീസ് മൗണ്ട് ചെയ്യാനുള്ള ഒരു ചെറിയ പ്രൊവിഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതാണ് മാരുതി സുസുക്കി ബലേനോ സിഗ്മ എന്നുള്ള ബേസ് വേരിയൻ്റ് റിവ്യൂ എന്ന് പറയുന്നത്. സാധാരണ ബേസ് വേരിയൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാകും. പക്ഷേ ബലേനോ വരുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് മാരുതി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും വെച്ചാൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. എല്ലാ ഒക്യുപ്പൻസിനും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്.
ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആക്സസറീസ് കിറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ നമുക്ക് ഒരിക്കലും നമുക്കങ്ങനെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അലോവീൽസ് ആണെങ്കിലും ഇതിൻ്റെ ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ റിയർ പാസൽ ട്രേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മ്യൂസിക് സിസ്റ്റമൊക്കെ നമുക്ക് അതിന് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ് സിഗ്മനെ മാരുതി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ബലേനോ ബേസ് വേരിയൻ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ടോപ്പ് മോഡൽ ഡെൽറ്റ എടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വർക്കുകളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാഹനം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് എത്ര കോസ്റ്റ് ആയി എന്നൊക്കെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് കായംകുളത്തുള്ള സായി സർവീസാണ്, നെക്സ സായി സർവീസാണ്. സോ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറീസിനും ബുക്കിംഗ്സിനൊക്കെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.